സുഹൃത്തുക്കളെ, ഈ വിനായകൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വിനായകനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ജാതിക്കാട് ഇറക്കും, ഇരവാദമായിട്ട് വരും. ഇവിടെ KR നാരായണൻ എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോഴും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഇന്ത്യക്കാർ മുഴുവൻ ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തു വരാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തതാണ്. എതിർ സ്ഥാനാർത്ഥികൾ പോലും അപ്രസക്തരായിപ്പോയി. പക്ഷെ വിനായകൻ എന്താ വെച്ചാൽ അനങ്ങിയാൽ ജാതിക്കാട് എടുക്കും. അതിന് വേണ്ടിയിട്ട് പറ്റിയ കുറച്ച് ആക്ടിവിസ്റ്റുകളുണ്ട്. ഇവനെയൊക്കെ പിടിച്ച് കായും കാലും തല്ലി ഒടിച്ച് എവിടെയും കൊണ്ടിടണം. കമ്മട്ടിപ്പാടത്തിലെ അഭിനയമോ അല്ലെങ്കിൽ ജയിലർ എന്ന സിനിമയിലെ അഭിനയമൊക്കെ നന്നായി. അഭിനയിച്ചിട്ട് കാര്യമില്ല. അഭിനയം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ലോകത്ത്. പക്ഷേ അട്ടയെ പിടിച്ച് മെത്തേ കടത്തിയാൽ കിടക്കില്ല എന്ന് പറയുന്നത് പോലെയും അല്ലെങ്കിൽ അല്പം അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്നു പറയുന്നതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരാളാണ് വിനായകൻ. അവനെന്ത് തോന്നിയാസമാകാം, അവനെന്ത് അഹങ്കാരവും പറയാം. ഫ്രീ സെക്സ്, ഫ്രീ ഡ്രഗ്സ്, ഇതാണ് ഈ വിനായകന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. സിന്തറ്റിക് ലഹരി അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ മുഴുവൻ ചീത്ത പറയുക. കള്ളു കുടിക്കുകയോ സിഗരറ്റ് കുടിക്കുകയോ ചെയ്യട്ടെ, അത് രണ്ടും വിരുദ്ധമായ ഒരു പ്രവൃത്തിയല്ല, നിയമവിധേയമാണ്. ഈ MDMA-യും ഈ മറ്റേ സാധനവും ഈ ചരസും കഞ്ചാവും എല്ലാം അടിച്ചിട്ട് നാട്ടുകാരെ മെക്കിട്ട് കയറുക, അഹങ്കാരം കാണിക്കുക. എന്നിട്ട് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇരവാദം. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എന്നെ ചീത്ത പറഞ്ഞു, എന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, എന്റെ സൗന്ദര്യത്തെ അധിക്ഷേപിച്ചു, എന്റെ കളറിനെ അധിക്ഷേപിച്ചു. വിനായക, ഇവിടെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ ആരും അധിക്ഷേപിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കളറിനെ ആരും അധിക്ഷേപിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ജാതി ആരും അധിക്ഷേപിക്കുന്നില്ല. ഇന്ന് മലയാള സിനിമയിലെ മനുഷ്യർക്ക് ഏറ്റവും മനസ്സുകൊണ്ട് സ്നേഹമുള്ള ഇഷ്ടമുള്ള ആളുകളിൽ ഒരാളാണ് ഇന്ദ്രൻസ്. അത് എത്ര നല്ല മനുഷ്യൻ, എത്ര സത്യസന്ധനായ മനുഷ്യൻ, എത്ര ശുദ്ധനായ മനുഷ്യൻ, എത്ര നിഷ്കളങ്കനായ മനുഷ്യൻ, എത്ര ലാളിത്യമുള്ള മനുഷ്യൻ. ദേശീയ അവാർഡ് കിട്ടിയ ആളാ. നിന്നെ പോലെ അഹങ്കാരം കൊണ്ട് നടക്കുന്നില്ല ഇന്ദ്രൻസ്. KR നാരായണന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ മാമുക്കോയും കുതിരോട്ടം പപ്പുമൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും അധിക്ഷേപം അവര് നേരിട്ടിട്ടുണ്ടോ? ഇവൻ എന്താ വെച്ചാൽ തനി അഹങ്കാരം കൊണ്ട് നാട്ടുകാരെ മെക്കിട്ട് കയറലാണ് അവന്റെ പരിപാടി. കമ്മട്ടിപ്പാട സിനിമയ്ക്കകത്ത് അഭിനയിച്ചു, ജയിലുകളിൽ അഭിനയിച്ചു, ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പ്രമോദ്, ഞാൻ നിങ്ങളെ കമന്റ് കണ്ടു, ബൈക്കിലെ കർട്ടനൊക്കെ സെറ്റ് ചെയ്താൽ നന്നാവും. ഞാൻ അങ്ങനെയൊന്നും അതിനുള്ള പറ്റിയ മാനസികാവസ്ഥയിലല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവന്റെ വൃത്തികെട്ടവന്റെ പ്രസ്താവന കണ്ടപ്പോ സന്തോഷ് ജോർജ് കുളങ്ങരെ കുറിച്ചാണ്. സോറി, ഒരു സെക്കൻഡേ. സന്തോഷ് ജോർജ് കുളങ്ങരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ കണ്ട മനുഷ്യനാ അയാൾ. അഹങ്കാരത്തോടുകൂടി ഞാൻ ലോകം മുഴുവൻ കണ്ടു എന്നുള്ള ഈ സ്പേസിലേക്ക് പോകാൻ നിൽക്കുന്ന രീതി ആരോടും സംസാരിക്കാറില്ല. എപ്പോഴും വാക്കുകളിൽ മിതത്വം പാലിക്കുന്ന ആളാണ്. എനിക്കൊന്നും അങ്ങനെ മിതത്വം പാലിക്കാൻ പറ്റില്ല. ഞാൻ കൺട്രോൾഡ് അല്ല, ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോകും. ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് ഞാൻ എന്റെ ഭാഷയൊക്കെ മാറിപ്പോകും. അത് എന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങര എവിടെയും മിതത്വം പാലിച്ചിരിക്കുന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തെ ഗോപിനാഥ് മുതുകാടിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഗോപിനാഥ് മുതുകാടിനെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ചാനൽ എന്ന് പറയുന്നത് അദ്ദേഹം ചാനൽ തുടങ്ങിയിട്ട് പുള്ളി തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്യുകയും പുള്ളി തന്നെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുകയും ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ആളാ, അധ്വാനിച്ച് നടക്കുന്ന ആളാ. അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് നമ്മുടെ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായരോട്, നിങ്ങളെന്താ ലോകം മുഴുവൻ ചുറ്റുമ്പോൾ നിങ്ങളെന്താ ഭാര്യയെ കൊണ്ടാവാത്തെന്ന് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു സന്തോഷ് ശ്രീകണ്ഠൻ നായരോട്, SKNോട്, നിങ്ങളെന്താ ഈ ന്യൂസിൽ ഇങ്ങനെ സ്റ്റുഡിയോയിൽ വരുമ്പം നിങ്ങളെ ജോലിക്ക് വരുമ്പോൾ നിങ്ങളെന്താ നിങ്ങളെ ഭാര്യയെ കൊണ്ടാകത്തെന്ന് വെച്ചപ്പോൾ എനിക്ക് ഭാര്യയ്ക്ക് പകരം ഇതാ ഇവിടെ ഒരു ആളുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ മകളെ പ്രായമുള്ള ഒരു കൊച്ചിനെ വെച്ചിട്ട് ഇമാതിരി അശ്ലീലം പറഞ്ഞ ഒരാളാണ് ശ്രീകണ്ഠൻ നായർ. അത് പറയുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, ഞാൻ എന്തായാലും എവിടെ പോകുമ്പോഴും ഭാര്യയ്ക്ക് പകരം വേറെ ആരെയും കൊണ്ടുപോകാറില്ല. അതിനേക്കാളും വലിയ മനോഹരമായിട്ടുള്ള മറുപടി എന്താ? ലോകത്തെ ഏത് വിഷയത്തെക്കുറിച്ച്, കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച്, സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്, വികസനപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ ഏത് അഭിമുഖത്തിലും വളരെ മിതത്വത്തോടു കൂടിയിട്ട് മോശമായ ഭാഷ ഉപയോഗിക്കാതെ, എനിക്കൊക്കെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാതെ എനിക്ക് കഴിയില്ല. പക്ഷെ അദ്ദേഹം വളരെ സഭ്യമായ ഭാഷയിൽ, മാന്യമായ ഭാഷയിൽ എല്ലാ കാര്യങ്ങൾക്കകത്തും കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ആ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കെതിരെ ഈ വിനായകൻ എന്ന് പറയുന്ന വിവരം കെട്ടവൻ പറഞ്ഞിരിക്കുകയാണ്, അയാൾ അലമ്പാണ്, അയാൾ ഒളിക്യാമറയുമായിട്ട് എല്ലായിടത്തും നടക്കുകയാണ്. എന്ത്, ഇയാൾ ആരെങ്കിലും കിടപ്ര ദൃശ്യമാണോ പകർത്തിയിട്ടുള്ളത്? ലോകത്ത് പോയിട്ട് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകത, ആ നാടിന്റെ സാംസ്കാരികമായ വൈവിധ്യം, അവിടുത്തെ മറ്റു സവിശേഷതകൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ,
അവിടുത്തെ എത്രി കൾച്ചർ, ഇതൊക്കെ ലോകത്തെ മലയാളികളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആള് സന്തോഷ് ജോർജ് കുളങ്ങരയാ. ഇപ്പോഴല്ലേ ഇപ്പൊ യൂട്യൂബിലൊക്കെ കിട്ടണേ. അതിനു മുമ്പ് ഞാനൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ ലോകസഞ്ചാരത്തിന്റെ സീഡികൾ മേടിച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനും എന്റെ പപ്പയും മമ്മിയും അനിയത്തുമാരും കൂടി കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങള് ഇത് കാണാൻ വേണ്ടിയിട്ട്. അത്ര കണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ടില്ലെങ്കിലും ആ നാടിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുന്ന ഒരാളാ അയാൾ ആരും ദ്രോഹിക്കാൻ പോകുന്നില്ല, അയാളുടെ തട്ടിപ്പെടുത്താൻ പോകുന്നില്ല, അയാൾ ചാരിറ്റി തട്ടിപ്പെടുത്താൻ പോകുന്നില്ല. ആ സന്തോഷ് ജോർജ് കുളങ്ങര രാത്രി ആയി കഴിഞ്ഞാൽ MDMA അടിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരെങ്കിലും പള്ളു പറയണം, വിനായകന് ആരെങ്കിലും തെറി വിളിക്കണം. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞിട്ട് ഇവൻ പോസ്റ്റ് ഇട്ടു. ഓക്കെ, ഞാൻ അന്ന് ചാണ്ടിയുമ്മൻ അറിയാം, ഞാൻ അച്യുനൊക്കെ അറിയാം. ഞാൻ ആ സമയത്ത് പോലും വിനായകനെ ന്യായീകരിച്ചു. ചത്തു എന്ന് പറഞ്ഞത് അയാളുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിന്റെ ഭാഗമായിട്ട് അയാളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തും പറയാന്നുള്ള രീതിയിലാണ് പോണത്. ഇയാൾ ഞരമ്പ് രോഗിയല്ലേ? നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുള്ള നമ്മളെ TG രവിയുടെ മകൻ ശ്രീജിത്ത് രവിയായിട്ട് എന്ത് വ്യത്യാസം ഇവനുള്ളത്? ഒരു ചാനൽ അഭിമുഖത്തിനകത്ത് ഒരു പെൺകുട്ടിയോട് പറയാ എനിക്ക് നിന്നോട് സെക്സ് തോന്നിയാൽ ഞാൻ പറയും. ഇവിടുത്തെ പട്ടിയുടെ പൂച്ചലമാരി കാണുന്നവരോടെല്ലാം സെക്സ് തോന്നുക. സെക്സ് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിട്ട്, കാമശാസ്ത്രത്തിന്റെ നാടാണ് ഇന്ത്യ. നിങ്ങൾ ആലോചിക്കണം, വാത്സ്യായന്റെ കാമശാസ്ത്രത്തിന്റെ നാടാണ് ഇന്ത്യ. ഗജുരാഹ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ശില്പങ്ങൾ കാണണം. എല്ലാ സെക്ഷൽ പൊസിഷൻസും അതിനകത്ത്, മിഷണറി ആവട്ടെ ബാക്കിയുള്ളതാവട്ടെ എല്ലാം ആവട്ടെ, എല്ലാ പൊസിഷൻസും അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശില്പങ്ങളുണ്ട്. ഇത്ര കണ്ട് ലൈംഗികതയെക്കുറിച്ച് ഇത്രയും സൗണ്ട് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയുള്ളേ? ഏറ്റവും മനോഹരമായിട്ട്. ഇതിന് അവിടെ കിടന്നിട്ട് ഇവൻ എന്താ വെച്ചാൽ കോഴിക്ക് പട്ടിക്ക് കാണുന്ന പോലെ ഫക്കിംഗ് മാത്രം, ഇന്റർകോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എടോ ഇവിടെ പ്രണയമില്ലാത്ത രതി ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. ഫോർ പ്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലോടലാവട്ടെ, ചുംബിക്കലാവട്ടെ, ഓമനിക്കലാവട്ടെ, ലാളിക്കലാവട്ടെ, പരസ്പര സ്നേഹം പങ്കിടലാവട്ടെ, ഇതൊന്നും ഇല്ലാത്ത സെക്സിക്ക് പോയിട്ട് എന്ത് കാര്യമല്ലേ? അതിനേക്കാളും നല്ല ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു മാസ്റ്റുർബേറ്റ് മിസ്റ്റർ വിനായകൻ. അതാ ചെയ്തണ്ടേ. അത് ചെയ്താലും ഇത് ചെയ്താലും കുറെ കാര്യം തന്നെയേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞ മാതിരി പാമ്പുള്ള കുടിക്ക് മാറാണെങ്കിൽ അതിനകത്ത് കൊണ്ടിട്ട് ഇട്ടാൽ മതി എന്നുള്ളേ. അതാണ് പച്ചമലത്തിൽ പറയണ്ടേ. ഞാൻ ഫാമിലികൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ദൈവത് കേൾക്കരുത്, പിള്ളേരെ കേൾപ്പിക്കരുത്. അത്രയും വൈകാരികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്. ഇതേപോലെ തോന്നിയ ദിവസം പറഞ്ഞിട്ടുള്ള ഒരുത്തിയായിരുന്നു രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന അവതാരിക. അവളും ഇതേപോലെയാ. ഇഷ്ടപ്പെടുന്ന ആരുമായിട്ടും എവിടെ വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും സെക്സിൽ ഏർപ്പെടാന്നുള്ളത് അങ്ങനെ പറ്റുമോ? ഓക്കെ, നമ്മൾ ഒരു ഫാന്റസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കാറ്റിൽ വെച്ചിട്ട് വേണം എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, പുൽത്തകിടിയിൽ വെച്ച് വേണം എന്ന് ചിന്തിക്കുന്നു. ഹോട്ടൽ റൂമിൽ വെച്ച് വേണം ചിന്തിക്കുന്നവർക്ക് അങ്ങനെയാവാം. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് വേണം എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയാവാം. പക്ഷെ അതിനകത്തേക്ക് കലാപരമായിട്ടുള്ള സാധനമില്ലേ? ഇതിനകത്തൊക്കെ ഇത് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള സാധനം കൂടിയാണ് സെക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആർട്ട്. സോറി, ഇറ്റ്സ് ആൻ ആർട്ട്. അത്ര വലിയൊരു കലയാണത്. അതിനെ കൊണ്ടിട്ട് ഇവന്മാര് വരുന്ന കൊണ്ടുണ്ട് ഈ പട്ടിയുടെ പൂച്ചടന്മാര് ഫക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്റർകോഴ്സ് എന്നുള്ള ഒറ്റ വാക്കിലേക്ക് ഒതുക്കുകയാണ്. അതിന്റെ ജാതിക്കാടും ബാക്കിയുള്ളതായിട്ട് വരും. അവിടെ ഞാൻ കേരള നാരായണന്റെ ഇന്ദ്രൻസിന്റെയും കുതിരോട്ടം പപ്പുവിന്റെയും മാമുക്കയുടെ ഉദാഹരണം പറഞ്ഞത്. ആരോട് താല്പര്യം തോന്നിയാൽ ചോദിക്കുന്നതാണ്. ഇത് ഇങ്ങനത്തെ ആൾക്കാർ തന്നെ ബസ്സിൽ തോണ്ടാൻ പോണത്. ഒരു പമ്മൻ കഥയിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കാനാണ് ഇവനെ കൊണ്ടുപോകുന്നത്, വിനായകനെ. ഒരു തരം വെറും ഊളത്തരം എന്ന് പറഞ്ഞ സാധനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയാൻ ഇവൻ ആരാ? ഇവന്റെ മാതിരിയുള്ള വൃത്തികേടുകൾ അയാൾ കാണിക്കുന്നുണ്ട്. ഇവൻ നല്ല നടനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത്. നല്ല നടന്മാരാണ്. ഇന്ദ്രൻസ് ദേശീയ അവാർഡ് നേടിയില്ലേ? തുണി തുന്നാൻ വേണ്ടിയിട്ട് സിനിമാ ഫീൽഡിലേക്ക് വന്ന മനുഷ്യനാ, ഒരു പാവം മനുഷ്യൻ. അതിന്റെ അദ്ദേഹത്തെ ശാരീരികമായിട്ട് പോലും ബോഡി ഷേമിങ്ങിന്റെ ഭാഗമായിട്ട് കഥാപാത്രമായിട്ട് പോലും ഉപയോഗിച്ച് കൊടക്കമ്പി വരെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ എത്ര നിഷ്കളങ്കമായി ശരിക്കും എത്ര സ്നേഹത്തോടെ മനുഷ്യരോട് പെരുമാറുകയും താരജാടയില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു. ഇവൻ ആരാ? വിനായകൻ. അടി കിട്ടാത്തതിന്റെ കുഴപ്പം ഇവനൊക്കെ. മാധ്യമപ്രവർത്തകരുടെ കുഴപ്പം അത്. ഓൺലൈൻ മീഡിയക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടം തോന്നി, എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നി, ഞാനിപ്പോ പറയും പടമില്ലെന്ന് പറയണ്ട. ഇപ്പോ വടി വെച്ചിട്ട് അങ്ങനെ തോന്നുക, നമ്മുടെ സാധനം മുറിച്ചിട്ടാ മതി എന്നേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. പട്ടിയുടെ പൂച്ചയുടെയും ആടിന്റെയൊക്കെ മാതിരി കാണുന്നിടത്ത് വെച്ച് കോഴിയുടെ മാതിരി. കോഴിക്ക് 5 മിനിറ്റ് ഒരു പെടക്കോഴിയുടെ അടുത്ത് പോകും, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വേറെ പെടക്കോഴിയുടെ പുറകെ പോയി. അമ്മാതിരി തോന്നിവാസിയാണ് ഇവൻ. ഇവന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പെൺകുട്ടികൾ പോകരുത്. അവനുണ്ടെങ്കിൽ എത്ര വലിയ ഓഫർ ആണെങ്കിലും അവനുണ്ടെങ്കിൽ ടീമിനുണ്ടെങ്കിൽ ഞങ്ങളില്ല.
ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത്ര വലിയ സ്ത്രീവിരുദ്ധനായ, ഇത്ര വലിയ മാനുഷിക വിരുദ്ധനായ ഒരു വ്യക്തി, സ്ത്രീവിരുദ്ധൻ എന്നുള്ളതല്ല. ഇവര് സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ അസൂയാണ്, കുശുമ്പും കുന്നായ്മ കൊണ്ട് നടക്കുക. എന്തൊക്കെ തോന്നിയാസാണ് ഇവൻ പറയണത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഈ പ്രണയമില്ലാത്ത രതി എന്ന് പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, അതൊക്കെ ആർട്ടാണ്. അത് മാത്രമല്ല, അതൊരു വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കുന്ന സംഭവമാണ്. അതിന് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് അതിനകത്ത്. മനുഷ്യരുടെ ഏറ്റവും വലിയ മനോഹരമായ മുഹൂർത്തങ്ങളിലൊന്നാണ്, സ്വയം മറന്നുപോകുന്ന നിമിഷങ്ങളിലൊന്നാണ്. അതിനകത്ത് ഫോർ പ്ലേക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഓമനിക്കൽ, ലാളിക്കൽ, ചുംബിക്കൽ, തലോടൽ എന്നൊക്കെ പറയണത്. ഇതൊന്നും ഇല്ലാതെ ഇവന് ഇത് മാത്രം മതി. ഇന്റർകോഴ്സ്, ഇംഗ്ലീഷുകാരെ ഭാഷ പറഞ്ഞാൽ ജസ്റ്റ് ഫക്കിംഗ് എന്നുള്ളത് തെമ്മാടി. ഇവര് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അടുത്ത് വന്നിരിക്കുക. ഇവനെ ആരും എന്തിനേയും കൂടെ കെട്ടിക്കാനുള്ളത്. രണ്ടുപേരും ഇതിന്റെ ആൾക്കാരാണല്ലോ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ കൂടിയാണ് വേണ്ടത്. അവളും തന്നെ പറയാറുള്ളത്. എന്തോ എങ്ങനെയാവാ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. ഒരു കാലത്ത് നല്ല അവതാരികയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു ആൾക്കാരും വിളിക്കുന്നില്ല. കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ. ഇത് മാത്രമേ ഉള്ളൂ. ഇവന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്റർകോഴ്സ് മാത്രം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സാധനമില്ല. അരയ്ക്ക് താഴെ സ്വന്തം പ്രണയിനി അല്ലെങ്കിൽ കാമുകൻ തളർന്നു പോയാൽ ഈ സെക്സ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് അവരെ പരിചരിച്ച് കൊണ്ടു നടക്കുന്നതിനകത്ത് ഓർഗാസം കണ്ടെത്തുന്ന, ആത്മഹത്യ അണയുന്ന ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഒരുപാട് പേര് അവരടുത്ത ആളെ തേടി പോകുന്നില്ല. ഈ ബയോളജിക്കൽ നീഡിലേക്കും ഫിസിക്കൽ നീഡിലേക്കും അവർ പോകുന്നില്ല. അവിടെയാണ് ഈ പ്രണയം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വലുത്. അതിനെക്കുറിച്ചുള്ള ദിവ്യമായിട്ടുള്ള അത്തരം ചിന്തകളിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല. എന്നിട്ട് വൃത്തികേട് പറയണം. എന്നിട്ട് വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ആൾക്കാർ പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഇരവാദമായിട്ട് വരും. അവന്റെ കൾച്ചർ എങ്ങനെയാണ്, അവന്റെ കൾച്ചർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ കൾച്ചർ മാറ്റണമെന്നേ. എന്ത് തോന്നിയ ദിവസം പറയാന്നുള്ളതാ. ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ന്യായീകരിച്ചു ഇയാളെ. ചാണ്ടി ഉമ്മനും അറിയാം, ന്യായീകരിച്ചു. വിവരമില്ലാണ്ടല്ലേ എന്നുള്ള രീതിയിൽ. കാരണം അയാളുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ്, അയാളുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം അതാണ്, ജീവിത പിന്നെ പശ്ചാത്തലം അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഷ ഉപയോഗിച്ചത് ദുരുദ്ദേശത്തിലാവില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. പക്ഷെ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അയാൾ ഒളിക്യാമറയുമായി നമ്മുടെ ജീവിതത്തിലേക്ക്, ലോകത്തേക്ക് എത്തി നോക്കുകയാണ്. ഇയാൾ ആരെങ്കിലും കിടപ്പറയിലേക്ക് എത്തി നോക്കാൻ സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ന് വരെ പോയിട്ടില്ല. അയാളുടെ വീഡിയോസ് ഓരോന്നെടുത്ത് നോക്കൂ. അയാൾ കൊടുത്തിട്ടില്ല ഇന്റർവ്യൂസ് എടുത്ത് നോക്കൂ. അതിന്റെ ഗ്രാവിറ്റി ആലോചിക്കുക, അതിന്റെ പൊളിറ്റിക്കൽ സെൻസ് എടുത്ത് നോക്കൂ. ഇത്ര കണ്ട് ദീർഘവീക്ഷണമുള്ളൊരു മനുഷ്യൻ ഇന്ന് മലയാളികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് അഭിമാനിക്കുകയല്ലേ വേണ്ടേ? വരും തലമുറയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഒരു വാക്കിൽ പോലും, ഞാനൊക്കെ അസഭ്യം അത്യാവശ്യം പറയേണ്ടവരോട് പറയും, അദ്ദേഹം ഒരു വാക്കിൽ പോലും ഒരു പിന്നെ അസഭ്യ പദപ്രയോഗം, ഒരു അശ്ലീല പദപ്രയോഗം അദ്ദേഹം നടത്തുന്നില്ല. മനസ്സുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. ഒരു വൃത്തിയുടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഒരാളെ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ പറയേണ്ട വർത്തമാനം കൃത്യമായി സെൻസ് ഉള്ളവനും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയൊന്നും ചീത്ത പറയാനും മാത്രമൊന്നും ഈ അട്ട ആയിട്ടില്ല. അഭിനയിക്കാൻ അറിയുന്ന ഒരുപാട് പേരുണ്ട് എന്റെ സുഹൃത്തെ. വിനായക, നീ മാത്രമൊന്നുമല്ല. പിന്നെ MDMAയും മറ്റേ കുന്തൊക്കെ അടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഊർജ്ജസ്വലത കിട്ടും. 2 പെഗ് അടിക്കുമ്പോൾ ഊർജ്ജസ്വലത കിട്ടും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വിളിക്കുമ്പോൾ ഞാൻ വളരെ എനർജറ്റിക് ആവാറുണ്ട്. ഞാനൊരു വീഡിയോ സ്റ്റോറി ചെയ്യുമ്പോൾ ഞാനൊരു സിഗരറ്റ് വിളിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ. സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യുമ്പോൾ ചാനലുകൾക്ക് വേണ്ടിയിട്ട് ലെറ്റ് മീ ഹാവ് എ സ്മോക്ക് എന്നാണ് പറയാറുള്ളത്. എന്നിട്ട് ഞാൻ കയറാറുള്ളൂ. ആ 2 or 3 എണ്ണം ചെയ്യുകയാണെങ്കിൽ ഓരോന്നിന്റെ ഇടയ്ക്കും ബ്രേക്കിൽ ഞാനൊരു സിഗരറ്റ് പകുതി വലിച്ചിട്ട് കളയും. എന്നാലും ഞാൻ 2 സ്മോക്ക് എടുത്തിട്ട് എനിക്ക് പറ്റുള്ളൂ. എനിക്ക് അപ്പോഴേ ഒരു കോൺഫിഡൻസ് വരുള്ളൂ. അഡിക്ഷന്റെ ഭാഗമാണ്. പക്ഷെ ആ അഡിക്ഷൻ സിന്തറ്റിക് ലഹരിക്ക് ആകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം ഭയങ്കരമാണ്. അത് ഞരമ്പിന് ഇതിനെല്ലാം കയറിപ്പിടിക്കും, ചിന്തകളെ കയറിപ്പിടിക്കും. അതിന് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് പോകണം വിനായകൻ. ഞരമ്പ് രോഗത്തിന് അസുഖം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയ്ക്ക് പോകണം വിനായകൻ. അതിന് 2 ചികിത്സയും വേണം. ഫിസിക്കലിയും വേണം, മാനസികമായിട്ടുള്ള ചികിത്സ വേണം. ഈ ധാരണകൾ മാറണം. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഇതിനാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹൂള് പോരെ, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്താൽ പോരെ. ഇവന് ഓർഗാസം കിട്ടുന്നുണ്ടെങ്കിൽ. വൃത്തികെട്ടവൻ. ഇവനെയൊക്കെ പൊളിച്ച് കാണിക്കാതെ ഒരു രക്ഷയില്ല ഇനി. കാരണം നമ്മളിതൊക്കെ പലതും ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. അടിസ്ഥാന വർഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ അയാൾ സർവൈവ് ചെയ്ത് പോകട്ടെ. അതിന് സന്തോഷം കണ്ടെത്തുന്ന ആളായിരുന്നു ഞാനൊക്കെ. പക്ഷെ അതൊരു അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. ഞാൻ എന്ത് തോന്നിയാസം ചെയ്താലും എന്റെ കൂടെ ഈ ആൾക്കാരെല്ലാം അതിന്റെ പേരിൽ ഈ ജാതിക്കാടും ഈ ഇരവാദവും ഒക്കെ ഉന്നയിച്ചിട്ട് എന്റെ കൂടെ ആൾക്കാരുണ്ടാവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതങ്ങ്
പിന്നെ കമ്മട്ടിപ്പാടത്ത് വീട്ടിൽ കൊണ്ടേ വെച്ചാൽ മതിയല്ല വിനായക. കേട്ടോ, താനീ തോന്നിയാസം കാണിക്കുന്നത് എന്തും പറയാന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവനെക്കുറിച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ പമ്മന്റെ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് സിനിമ എടുക്കുക നല്ലത് സിനിമാക്കാർക്ക്. ഇവനൊക്കെ അവസരം കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ചെയ്യുന്ന വൃത്തികളാണ്, കാലത്തോട് ചെയ്യുന്ന അനീതിയാണ്. നിങ്ങൾ ഇത്ര ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യരുത്, സാമൂഹിക വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കരുത്. അതിനേക്കാൾ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നേ. എത്ര പേര് പുതുമുഖങ്ങൾ വരുന്നു, എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പ്രൊജക്ട് വരുമ്പം നിങ്ങൾ ഓഡിഷൻ വെക്കൂ, ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കൂ, സിനിമയിലേക്ക് ഒരു ക്യാമ്പ് വെക്കൂ, ഒരു റിഹേഴ്സൽ ക്യാമ്പ്. അതിൽ നിന്ന് പിന്നെ ഏറ്റവും മികവുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് അതാത് പിന്നെ സ്ഥലത്തേക്ക് കാസ്റ്റ് ചെയ്യൂ. അല്ലാതെ ഇമ്മാരി തെമ്മാടികൾക്ക് ഇനി അവസരം കൊടുക്കരുത്. ഇവന് അസുഖം കുറച്ച് കൂടുതലാണ്. ഇവന് ഈ സിനിമാ രംഗത്തുള്ള സെക്കൻഡ് ഗിരിപ്പെട്ട നടിമാരെടുത്ത്, അതേപോലെ തന്നെ ഈ അല്ലാതെ വരുന്ന ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത്, ഡാൻസ് കളിക്കാനൊക്കെ വരുന്ന ആളുകളെടുത്ത് മോശമായിട്ട് പെരുമാറിയതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്രോച്ച് ചെയ്യുക എല്ലാവരുടെ അടുത്തും. അങ്ങനെയൊക്കെ പിടിച്ചിട്ട് പിന്നെ വരിയോടച്ചങ്ങ് വിടുക വേണ്ടേ, വൃത്തികെട്ടവൻ. ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടും, അവിടെ വെക്കുക.